ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ശുക്ര വെള്ളിയാഴ്ചയാണ്. മാത്രമല്ല കന്നിമാസത്തിലെ 3-ാം ദിവസം പുരട്ടാസി 3 എന്നും പറയും. കൂടാതെ ശുക്ര പ്രദോഷ ദിവസം കൂടിയാണ്. കൂടാതെ 48 ദിവസത്തെ ഷഷ്ടി വ്രതം തുടങ്ങുന്നവർക്ക് 9-ാം ദിനം കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പെരുമാൾ സ്വാമിയുടെയും ലക്ഷ്മി ദേവിയുടെയും മുരുക ഭഗവാന്റെയും അനുഗ്രഹം നമുക്ക് ഈ ഒരൊറ്റ ദിവസത്തിൽ ഞാനിവിടെ പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല 38 വെള്ളിയും കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടദൈവങ്ങളുടെയും കുലദൈവത്തിൻ്റെയും പിതൃക്കളുടെയും മാത്രമല്ല ദേവാദിദേവന്മാരുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. അതുകൊണ്ട് നാളെ പ്രദോഷ ദിവസവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ഒരു ദിവസമായതിനാൽ കഴിവതും നാളെ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ വ്രതം അനുഷ്ഠിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വെള്ളിയാഴ്ച വ്രതത്തിന് സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ഒരുപാട് പണം ആവശ്യമാണ്, പക്ഷെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 1 രൂപ വന്നാൽ 10 രൂപ ചിലവാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് കടങ്ങളുണ്ട്, അതെങ്ങനെ കൊടുത്തു തീർക്കുമെന്ന് അറിയുന്നില്ല എന്ന് പറയുന്നവരെല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കാവുന്നതാണ്. ഇനി അഥവാ സാധിച്ചില്ല എങ്കിൽ ഇതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്ന സമയത്തെങ്കിലും വ്രതം അനുഷ്ഠിച്ച് ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം സകല സാമ്പത്തിക തടസ്സങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോൾ നാളെ പ്രദോഷ ദിവസവും കൂടിയാണ്. ശിവപ്രദോഷം അല്ലെങ്കിൽ ശുക്രപ്രദോഷം എന്നിങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം. ഈ ദിവസത്തിൽ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഒരു ചെറിയ താന്ത്രിക പരിഹാരം നമ്മൾ ചെയ്താൽ മാത്രം മതി. കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് കൊടുത്തു തീർക്കുവാൻ സാധിക്കും. അതിനുള്ള പോംവഴികൾ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടെത്തിച്ചു തരും. എന്താണ് ആ കാര്യമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നാളെ നമ്മൾ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ പോയി ദീപം തെളിയിച്ച് ഞാനിവിടെ പറയുന്ന മന്ത്രം 106 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. മന്ത്രം വളരെ ചെറുതാണ്. ഓം ശിവ ശിവ ഓം, ഓം ശിവ ശിവ ഓം എന്നുള്ള മന്ത്രം 106 പ്രാവശ്യം ചൊല്ലി നമ്മൾ ദീപം തെളിയിച്ച് പിന്നീട് നമ്മൾ എന്തെല്ലാം മന്ത്രങ്ങൾ ജപിക്കുമോ ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു വരാവുന്നതാണ്. വെറുതെ ചെറിയ എളിമയായ രീതിയിൽ നാളെ രാവിലെ വഴിപാട് ചെയ്താൽ മതി. നമ്മൾ നമ്മുടെ ജോലിക്കെല്ലാം പോകുന്ന തിരക്കുകളായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്, കഴിവതും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാം. ചിലർ വ്രതം എന്ന് പറയുമ്പോൾ നീരാഹാരം മാത്രം കഴിച്ച് വ്രതമിരിക്കും. മറ്റു ചിലർ അരിയാഹാരം 1 നേരം കഴിച്ച് വ്രതമനുഷ്ഠിക്കും. മറ്റു ചിലരാകട്ടെ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വ്രതമിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് പേർ പ്രദോഷ വ്രതം എന്ന് പറയുമ്പോൾ പ്രദോഷ സമയം കഴിഞ്ഞ് മാത്രമേ വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വ്രതമാണോ നമ്മുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അതുപോലുള്ളൊരു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇനി വ്രതം എടുത്തില്ലെങ്കിലും ശിവഭഗവാന്റെ മന്ത്രം ജപിച്ചാൽ മതി. അങ്ങനെ നമ്മൾ എടുത്തതിനു ശേഷം വൈകുന്നേരം 4 മുതൽക്ക് 6:30 വരെയുള്ള ഒരു സമയം, ഇതിന് പ്രദോഷകാലം എന്നാണ് പറയുന്നത്. ഈ പ്രദോഷകാലത്ത് നമ്മുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക. പോകുമ്പോൾ എന്തെല്ലാം കൊണ്ടുപോകണം എന്ന് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയാം. കുറച്ച് കറുകപ്പുല്ല്, അതായത് അതിനെ അരുകമ്പുല്ല് എന്നാണ് പറയുന്നത്. അതിനോടൊപ്പം കുറച്ച് പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാനും വാങ്ങിച്ച് 1 പാക്കറ്റ് പാല് അല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ പാല് നമുക്ക് കിട്ടുകയാണെങ്കിൽ 1 പശുവിൻ പാല് അതും വാങ്ങി നമ്മൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകാവുന്നതാണ്. അവിടെ ചെന്നിരുന്ന് അഭിഷേകങ്ങളെല്ലാം കാണാൻ സാധിക്കുമെങ്കിൽ ഇരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് അഭിഷേകങ്ങളെല്ലാം കാണുക. ശിവഭഗവാന്റെ മന്ത്രങ്ങൾ നമുക്ക് ഏതാണോ അറിയുന്നത് അത് ചൊല്ലുക. അല്ലെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള മന്ത്രം ജപിക്കുക. ഇങ്ങനെ ജപിച്ചു നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മൾ നാളെ 8 മണി മുതൽക്ക് 9 മണി വരേക്കുള്ള ശുക്രഹോര സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയെ എങ്ങനെയെല്ലാം നമുക്ക് അലങ്കാരം ചെയ്യാൻ സാധിക്കുമോ, അതുപോലെ വെങ്കടാചലപതി ഭഗവാന്റെ വിഗ്രഹമുണ്ടെങ്കിൽ വെങ്കടാചലപതി ഭഗവാന്റെ വിഗ്രഹത്തിന് അലങ്കാരം ചെയ്യാൻ എങ്ങനെ സാധിക്കുമോ അത് ചെയ്യാം. ഇനി വിഗ്രഹമില്ലാത്തവർ പടത്തിൽ അലങ്കാരം ചെയ്തുകൊണ്ട് നമ്മൾ പാൽ, ശുദ്ധമായ പശുവിൻ പാൽ കാച്ചി
ശർക്കരയിട്ട് അതിൽ കുറച്ച് തേൻ ഒഴിച്ചാലും മതി. അത് നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. ഇനി അഥവാ പാൽപ്പായസം വെക്കാൻ സാധിക്കുമെങ്കിൽ പാൽപ്പായസം വെക്കാം. ഇനി അതൊന്നും സാധിക്കാത്തവർ മധുര പലഹാരങ്ങളോ പഴവർഗ്ഗങ്ങളോ ഭഗവാന്റെ മുൻപിൽ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ഒരു തവണ ചൊല്ലുക. നമസ്തേസ്തു മഹാമായേ എന്ന് തുടങ്ങുന്ന അഷ്ടകം ഒരു പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. കൂടാതെ നമ്മൾ ഓം പത്മാവതി ദേവ്യേ നമോ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ഒരു പ്രാവശ്യവും ഓം നമോ വെങ്കടേശായ 108 പ്രാവശ്യവും ഓം പത്മാവതി ദേവ്യേ നമോ നമ എന്നുള്ള മന്ത്രം 27 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ശിവഭഗവാന്റെ ഓം ശിവശിവ ഓം എന്നുള്ള മന്ത്രം വീണ്ടും നമ്മൾ 106 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. കുറച്ച് സമയം എടുക്കും, എങ്കിലും സാരമില്ല. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 108 പ്രാവശ്യം ഓം നമോ വെങ്കടേശായ ചൊല്ലുന്ന സമയത്ത് ഭഗവാനെ അർച്ചന ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേവിക്ക് അർച്ചന ചെയ്യണമെന്നുണ്ടെങ്കിൽ കുങ്കുമാർച്ചന ചെയ്യാം, അല്ലെങ്കിൽ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യാം. അതും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നാണയങ്ങൾ 1 രൂപയുടെ നാണയങ്ങൾ 108 എണ്ണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യാം. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തി കറുകപ്പുല്ല് നന്ദിദേവൻ്റെ അടുത്താണ് വെച്ച് പ്രാർത്ഥിക്കേണ്ടത്. ശിവഭഗവാന് നമ്മൾ പുഷ്പങ്ങൾ കൊടുക്കുകയും പാൽ കൊടുക്കുകയും ചെയ്യാം. നന്ദി ഭഗവാന്റെ തിരുപാദത്തിൽ വെച്ച് നമ്മൾ ആ കൊണ്ടുപോയ കറുകപ്പുൽ വെച്ച് പ്രാർത്ഥിച്ച് അതിൽ ആ കറുകപ്പുൽ ഒരു കെട്ടായിരിക്കും, അതിൽ നിന്ന് കുറച്ച് കറുകപ്പുൽ എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഈ വഴിപാടുകൾ, അതായത് നമ്മൾ ലക്ഷ്മി ദേവിയെയും വെങ്കടാചലപതി ഭഗവാനെയും എല്ലാം പ്രാർത്ഥിച്ച് ദീപധൂപ ആരാധനകൾ കാണിച്ചതിനു ശേഷം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ആ കറുകപ്പുല്ല് ഒരു ചുവന്ന തുണിയിൽ അല്ലെങ്കിൽ ഒരു വെളുത്ത തുണിയിൽ ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞ് നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ, അതായത് സ്വന്തമായിട്ട് ബിസിനസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ ക്യാഷ് ബോക്സുകളിൽ സൂക്ഷിക്കാം. ഇത് നമ്മൾ ഈ ഒരു പ്രദോഷത്തിന് ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. കടങ്ങൾ എന്ന വാക്ക് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അതുകൊണ്ട് തന്നെ രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയത്താണ് നമ്മൾ ഈ പൂജ ചെയ്ത് ദീപധൂപ ആരാധന കാണിച്ച് ഇതെടുത്ത് നമ്മുടെ ക്യാഷ് ബോക്സിൽ സൂക്ഷിക്കേണ്ടത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ സമയം പറയുന്നതെന്നാൽ, നാളെ വെള്ളിയാഴ്ച ശുക്രവെള്ളി എന്ന് പറയും. ഇതിൽ ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽക്ക് 7 മണി വരെയുള്ള സമയവും, ഉച്ച സമയം 1 മണി മുതൽ 2 മണി വരെയുള്ള സമയവും, രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയവുമാണ്. മാത്രമല്ല നാളെ എല്ലാ ദിവസങ്ങളിലും ഈ ശുക്രഹോര സമയത്ത് അതീതമായ ഫലങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള സമയമാണ്. മാത്രമല്ല നാളെ പ്രദോഷകാലം കഴിഞ്ഞു വരുന്ന ആ ഒരു സമയം കൂടിയാണ് രാത്രി 8 to 9 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ മറക്കാതെ ഈ ഒരു സമയത്തായിരിക്കണം നമ്മുടെ വീടുകളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ഞങ്ങൾ പീരിയഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ നാളെ ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ല. പുലവാലായ്മയുള്ളവർക്ക് ഈ വഴിപാട് ചെയ്യാൻ സാധിക്കില്ല. ഈ വഴിപാടെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം ഭഗവാന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന നൈവേദ്യം എടുത്ത് വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നവർ കഴിച്ച് വ്രതം മുറിക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നാളെ ഒരൊറ്റ ദിവസം ചെയ്തു നോക്കൂ. തീർച്ചയായും അടുത്ത പ്രദോഷകാലമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ പണവരവ് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് പണം വന്നു ചേരാനുള്ള ആ ഒരു വഴികൾ കൂടുതലായിട്ട് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും. മാത്രമല്ല ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാം തന്നെ നാളെ ചെയ്യുക. കൂടാതെ സമയം കിട്ടുന്ന സമയത്തെല്ലാം ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം നാളെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എത്ര തവണ എന്നൊന്നും ഈ ഒരു മന്ത്രത്തിന് കണക്കില്ല. നമുക്ക് എപ്പോഴെല്ലാം ഇന്ന് പ്രദോഷമാണ്, ഇന്ന് വ്രതമാണ് എന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നുവോ അപ്പോഴെല്ലാം ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ ഓരോ ഉയർച്ചയിലേക്കും നമ്മൾ പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. മനസ്സിൽ ഒരു ധൈര്യം വന്നു ചേരും. എന്തിനേയും തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു അത്ഭുത ദിവസമാണ്. കഴിവതും നാളെ ക്ഷേത്ര ദർശനം നടത്തി ശിവഭഗവാനെയും നന്ദിദേവനെയും പ്രാർത്ഥിച്ചു വഴിപാട് ചെയ്തു വരിക. മനസ്സിനും ഒരു സമാധാനം കിട്ടും, ജീവിതത്തിലും ഉയർച്ചയിലേക്കെത്തും. അപ്പോൾ നാളെ മറക്കാൻ
മറക്കാതെ ഞാനിവിടെ പറഞ്ഞ ഈ മന്ത്രങ്ങൾ ജപിച്ച് ഈ ഒരു ചെറിയ വഴിപാട് മാത്രം ചെയ്തു നോക്കൂ. തീർച്ചയായും നന്മകൾ മാത്രം നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.